ഹായ്. ജിമ്മുമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. സമയക്കുറവ് മൂലം നടന്നില്ല. ജിമ്മിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ പോയ മുതൽ തുടങ്ങാം. 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്നത്. വർക്കല നെടുങ്കണ്ട SNBH സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടുത്തെ ഫുട്ബോൾ സ്കൂൾ ടീമിലുണ്ടായിരുന്നു. അവിടുത്തെ ഫുട്ബോൾ കളിച്ചിട്ട് ഏകദേശം 8 കിലോമീറ്ററോളം ദൂരെ കവലൂർ എന്ന സ്ഥലമുണ്ട്. സൈക്കിൾ ചവിട്ടി അവിടെ പോകുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ചിന്തിക്കാൻ പറ്റും. സൈക്കിളോട് ചെല്ലുമ്പോൾ മാസ്റ്റർ എന്നും പുഷപ്പ് എടുപ്പിക്കും. ആ പുഷപ്പ് എടുക്കുന്ന ദിവസങ്ങളോളം മാസങ്ങളോളം നീണ്ടു നിൽക്കും. നമ്മൾ വെയിറ്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വെയിറ്റ് ഇങ്ങനെ കൊതിയോടെ നോക്കും, പക്ഷെ വെയിറ്റ് തരത്തില്ല. പുള്ളി പറയുന്നത് വെച്ചാൽ കൈയൊക്കെ സ്ട്രെങ്ത് ആയാൽ മാത്രമേ നമുക്ക് വെയിറ്റ് തരാൻ കഴിയുള്ളൂ. പക്ഷെ എന്ന് പറഞ്ഞാൽ അന്ന് മാനുവൽ മെഷീൻസ് ആണ്, അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പുഷപ്പ് എടുപ്പല്ല, നമുക്ക് ആദ്യം അവരുടെ സ്ട്രെങ്ത്, അവരുടെ ബോഡി ഹിസ്റ്ററി, അവരുടെ ഏജ്, ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് വെയിറ്റ് ട്രെയിനിങ് പെട്ടെന്ന് തന്നെ 2-3 ദിവസത്തിനകം തന്നെ വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് അന്നും എന്നുള്ള ഒരു മെയിൻ വ്യത്യാസം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിൽ നമുക്ക് ജിം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമാണ്. നമുക്കൊരു 13-14 വയസ്സ് കഴിയുമ്പോൾ കുട്ടിത്വം മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം.